പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 3 പ്രധാന വാർത്തകൾ. ഒമാനിൽ 2024 പൊതു അവധി ദിനങ്ങൾ പ്രഖ്യാപിച്ച് സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ രാജകീയ ഉത്തരവ് പുറത്തിറങ്ങി. സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അധികാരമേറ്റ ജനുവരി 11 ഒമാനിൽ ഔദ്യോഗിക പൊതു അവധി ദിനമായിരിക്കും. ഈ വർഷത്തെ ആദ്യ പൊതു അവധി കൂടിയായിരിക്കും ഇത്. പൊതു അവധി ദിനങ്ങൾ വാരാന്ത്യ അവധി ദിനങ്ങളിലാണ് വരുന്നതെങ്കിൽ പകരം ഒരു ദിവസം അവധി നൽകും. 2 പെരുന്നാൾ ദിനങ്ങൾ വെള്ളിയാഴ്ചയായി വന്നാലും മറ്റൊരു ദിവസം അവധിയായി പരിഗണിക്കുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. അവധി ദിനങ്ങൾ നേരത്തെ അറിയുന്നതിലൂടെ സ്വദേശികൾക്കും വിദേശികൾക്കും യാത്രയും മറ്റും മുൻകൂട്ടി തീരുമാനിക്കാനാകും. ഒമാനിലെ എറണാകുളം ജില്ലക്കാരുടെ കൂട്ടായ്മയായ ഇറയുടെ ഈ വർഷത്തെ ക്രിസ്മസ് പുതുവത്സരാഘോഷ പരിപാടി ഈ മാസം 5 റിലാക്സിംഗ് 3 റുമൈസ് ഫാമിൽ വെച്ച് നടക്കും. കൂട്ടായ്മയിൽ അംഗങ്ങളായ 200ഓളം കുടുംബങ്ങളെ ഉൾപ്പെടുത്തി മലയാളി തനിമയോടുകൂടി വിവിധ കലാകായിക പരിപാടികളും ഉൾപ്പെടെ വിപുലമായ രീതിയിൽ ആഘോഷം അരങ്ങേറും. വെള്ളിയാഴ്ച വൈകിട്ട് 3 മണി മുതൽ പരിപാടികൾ ആരംഭിക്കുകയെന്നും പ്രസിഡന്റ് ഫൈസൽ പോനശ്ശേരി, സെക്രട്ടറി അനീഷ് കടവിൽ, ട്രഷറർ ബിബു കരീം എന്നിവർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ശൈത്യകാലാവധിക്ക് വിരാമമാകുന്നതോടെ അവധി ആഘോഷത്തിനായി നാട്ടിലേക്ക് തിരിച്ച പ്രവാസികൾ മടങ്ങിയെത്തുന്നു. നാളെ മുതലാണ് ഒമാനിലെ വിവിധ ഇന്ത്യൻ സ്കൂളുകളിൽ ക്ലാസുകൾ പുനരാരംഭിക്കുന്നത്. ഒരു വിദ്യാലയത്തിൽ തന്നെ വ്യത്യസ്ത ദിവസങ്ങളിലായി പ്രൈമറി, ജൂനിയർ, സെക്കൻഡറി വിഭാഗങ്ങൾ തുറക്കുന്നത്. പല കുടുംബങ്ങളും ഇതിനകം തന്നെ മടങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. ശേഷിക്കുന്നവർ അടുത്ത ദിവസങ്ങളിലും മടങ്ങും. അതേസമയം വിമാന ടിക്കറ്റ് നിരക്ക് കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കുറവാണ്. ഇത് പ്രവാസികൾക്കേറെ ആശ്വാസം പകരുന്നുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ്, സലാം എയർ തുടങ്ങിയ വിമാന കമ്പനികളുടെ ടിക്കറ്റ് നിരക്കിലെല്ലാം വലിയ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇക്കുറി നാട്ടിലേക്ക് പറന്ന പ്രവാസി കുടുംബങ്ങളുടെ എണ്ണം കുറവായിരുന്നു. പല രക്ഷിതാക്കൾക്കും അവധി ലഭിക്കാത്തതും അവധിയുടെ ആദ്യ ദിനങ്ങളിൽ ഉയർന്ന യാത്രാ ചെലവും മറ്റുമാണ് നാട്ടിലെത്തുന്നതിൽ നിന്ന് പ്രവാസികളെ തടഞ്ഞത്. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കുറഞ്ഞ സ്കൂൾ ജീവനക്കാർ മാത്രമാണ് നാട്ടിലെത്തിയത്. അടിയന്തരാവശ്യമുള്ളവരും മറ്റുമായിരുന്നു ഇവർ. യാത്രക്കാരുടെ കുറവാണ് ടിക്കറ്റ് നിരക്ക് വലിയ തോതിൽ കുറയാൻ ഇടയാക്കിയതെന്നാണ് വിലയിരുത്തൽ. വിനോദസഞ്ചാരികൾക്ക് വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനും സേവനങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും തലസ്ഥാനത്ത് ടൂറിസ്റ്റ് ഗൈഡൻസ് സെന്റർ ആരംഭിച്ചു. മത്രയിലെ കടൽ തീരത്തോട് ചേർന്നാണ് പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം കേന്ദ്രം ആരംഭിച്ചത്. സഞ്ചാരികൾക്ക് ആവശ്യമാകുന്ന സേവനങ്ങളെല്ലാം സെന്റർ ലഭ്യമാക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. ഒമാനിലെ പൈതൃക കേന്ദ്രങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ഡെസ്റ്റിനേഷനുകൾ എന്നിവയെക്കുറിച്ചെല്ലാം ഇവിടെ നിന്നും വിവരങ്ങൾ ലഭിക്കും. ഹോട്ടൽ സൗകര്യങ്ങൾ, യാത്രാ സംവിധാനങ്ങൾ, ടൂർ ഗൈഡ് സേവനങ്ങൾ, ടൂർ ഓർഗനൈസേഷൻ സേവനങ്ങൾ തുടങ്ങിയവയുടെ വിവരങ്ങളും ഗൈഡൻസ് സെന്ററിൽ നിന്ന് ലഭിക്കും. കപ്പൽ വഴിയും മറ്റും നഗരത്തിലെത്തുന്ന വിദേശ വിനോദസഞ്ചാരികൾക്ക് ഏറെ ഗുണകരമാകുന്നതാകും ടൂറിസ്റ്റ് ഗൈഡൻസ് സെന്റർ. ജപ്പാനിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ ഒമാൻ അനുശോചിച്ചു. മരണപ്പെട്ടവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും പരിക്കേറ്റവർക്ക് എളുപ്പത്തിൽ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചെത്താൻ സാധിക്കട്ടെയെന്നും വിദേശകാര്യ മന്ത്രാലയം സന്ദേശത്തിൽ പറഞ്ഞു. അതേസമയം ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 48ആയി. നിരവധി കെട്ടിടങ്ങൾ തകർന്നു. ഒരു മത്സ്യബന്ധന തുറമുഖത്തിന് തീപിടിക്കുകയും റോഡുകൾ വിണ്ടുകീറുകയും ചെയ്തു. കെട്ടിടങ്ങൾക്കുള്ളിൽ ഇപ്പോൾ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുവെന്ന സംശയത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വടക്കൻ ജപ്പാനിലാണ് കഴിഞ്ഞ ദിവസം റിക്ടർ സ്കെയിലിൽ 7.6 രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടത്. 9ാമത് എഡിഷൻ ഒമാൻ മരുഭൂമി മാരത്തൺ ജനുവരി 20 മുതൽ 23 വരെ 4 ഘട്ടങ്ങളിലായി അരങ്ങേറും. 165 കിലോമീറ്ററാണ് മത്സര ദൂരം. ഒമാനിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള താരങ്ങൾ ഇത്തവണയും മാരത്തണിന്റെ ഭാഗമാകും. മരുഭൂപ്രദേശങ്ങളിൽ ചൂട് കുറയുന്ന സമയമാണ് മാരത്തൺ അരങ്ങേറുന്നത്. ഈ ദിവസങ്ങളിൽ പകൽ സമയം ഉയർന്ന താപനില 25 ഡിഗ്രി സെൽഷ്യസും ശരാശരി താഴ്ന്ന താപനില 17.3 ഡിഗ്രി സെൽഷ്യസുമാകും. 47 കിലോമീറ്റർ, 55 കിലോമീറ്റർ, 42 കിലോമീറ്റർ, 21 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഓരോ ഘട്ടങ്ങളിലും ദൈർഘ്യം. വ്യത്യസ്ത പ്രായങ്ങളിലുള്ളവർക്ക് വിവിധ വിഭാഗങ്ങളിലായുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കും. കഴിഞ്ഞ വർഷങ്ങളിൽ 15-ലധികം രാഷ്ട്രങ്ങളിൽ നിന്നുള്ള താരങ്ങളിൽ മാരത്തണിൽ മത്സരിക്കാനെത്തിയിരുന്നു.
സുൽത്താനേറ്റിന്റെ വികസനങ്ങൾക്ക് പുതിയ ചിറകുകളാകുന്ന 2024 വാർഷിക ബജറ്റിന് കൈയടിച്ച് വിദഗ്ധർ. അടിസ്ഥാന വികസനത്തിന് ഊന്നൽ നൽകിയുള്ളതും ജനതയ്ക്ക് പുതിയ ദിശാബോധം നിർണ്ണയിക്കുന്നതും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച സാധ്യമാക്കുന്നതുമായ ബജറ്റിനാണ് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അംഗീകാരം നൽകിയിരിക്കുന്നത്. വൈവിധ്യവൽക്കരണത്തിലൂടെ വരുമാന വർധനവും ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നു. സാമൂഹിക സുരക്ഷാ നിധി പ്രവർത്തനക്ഷമമാക്കി സാമൂഹിക മേഖലയെ പിന്തുണയ്ക്കുമെന്നത് ബജറ്റ് പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്ന ഒന്നാണ്. പൗരന്മാർക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷയുടെയും സാമൂഹിക സുരക്ഷയുടെയും തോത് മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള സംരംഭങ്ങളുടെ കരുത്തായി സാമൂഹിക സുരക്ഷാ നിധി വർദ്ധിക്കും. വിദ്യാഭ്യാസം, ആരോഗ്യം, പാർപ്പിടം പോലുള്ള അടിസ്ഥാന സേവനങ്ങളിൽ ചെലവഴിക്കുന്നതിന്റെ തോത് നിലനിർത്തിക്കൊണ്ടാകും ഈ പ്രവർത്തനങ്ങൾ ചെയ്യുക. ഇവയ്ക്കെല്ലാം പുറമെ 10ാം പഞ്ചവത്സര പദ്ധതിക്കുള്ള നീക്കിവെപ്പ് 8 ബില്യൺ റിയാലായി വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. വിദ്യാഭ്യാസം, ആരോഗ്യം, പാർപ്പിടം പോലുള്ള പദ്ധതികൾക്കാണ് ഇതിലും പ്രാമുഖ്യം. പൂർണ്ണമായും ഒമാനിൽ ചിത്രീകരിച്ച രാസ്ത മലയാള ചിത്രം ആഗോളതലത്തിൽ ജനുവരി 5-ന് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുമെന്ന് അണിയറ പ്രവർത്തകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിന്റെ 10 ഇരട്ടി വലുപ്പമുള്ള റുബുഉൽ ഖാലി മരുഭൂമിയിൽ 2011-ലുണ്ടായ ഒരു യഥാർത്ഥ സംഭവകഥയെ ആസ്പദമാക്കിയാണ് ചിത്രമൊരുക്കിയിരിക്കുന്നത്. അമ്മയെ തേടി ഗൾഫിലേക്ക് പോകുന്ന ഒരു പെൺകുട്ടിയുടെ അതിജീവനവും മറ്റുമാണ് കഥയുടെ ഇതിവൃത്തം. നിരവധി ഒമാനി കലാകാരന്മാരും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ സംഘടിപ്പിച്ച വാർത്താസമ്മേളനത്തിൽ ഒമാനിലെ ഷൂട്ടിംഗ് അനുഭവങ്ങളും മറ്റും സംവിധായകൻ അനീഷ് അൻവർ, നടൻ സർജാനോ ഖാലിദ് തുടങ്ങി അണിയറ പ്രവർത്തകർ പങ്കുവച്ചു. ഒമാൻ എക്രോസ് ഏജസ് മ്യൂസിയത്തിൽ കൂടുതൽ സന്ദർശകരെത്തുന്നു. കഴിഞ്ഞ വാരാന്ത്യത്തിൽ പ്രവാസികൾ ഉൾപ്പെടെ കൂടുതൽ പേർ മ്യൂസിയത്തിലെത്തി. ശനി മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ രാത്രി 9 മണി വരെയും വെള്ളിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1:30 മുതൽ വൈകിട്ട് 7 മണി വരെയും സന്ദർശകരെ അനുവദിക്കും. പ്രധാന ഗേറ്റ്, വിജ്ഞാന കേന്ദ്രം തുടങ്ങിയവ രാവിലെ 9 മുതൽ രാത്രി 9 വരെ തുറക്കും. അടയ്ക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് വരെ പ്രവേശനം അനുവദിക്കും. സ്വദേശികൾക്കും GCC പൗരന്മാർക്കും 1 റിയാലും പ്രവാസികൾക്ക് 2 റിയാലുമാണ് പ്രവേശന ഫീസ്. വിനോദസഞ്ചാരികൾക്ക് 5 റിയാൽ നൽകണം. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.